ഞാൻ നിൽക്കുന്നത് ടെമ്പിളിലാണ്. ഇത് കറക്റ്റ് ഉള്ളത് എറണാകുളം കാലടി അല്ലേ? കാലടിയാണ് പ്ലേസ്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം. അതായത് ഈ ടെമ്പിളിന്റെ നെയിം എന്താന്ന് വെച്ചാൽ കുറച്ച് വലിയൊരു പേരാണ്, ഞാൻ നോക്കി വായിച്ചു വരാം. ശ്രീ ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രമാണ്, കാലടിയിലാണ് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി വ്യൂ ആണ്, കണ്ടില്ലേ? രാവിലെ തന്നെയുള്ള വ്യൂ നല്ല അടിപൊളിയാണ്. അതുമാത്രമല്ല ഇവിടെ കൂടുതൽ മറ്റേ ബ്രാഹ്മൺസും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഞങ്ങളിതാ ജസ്റ്റ് ഇതിൻ്റെ ഈ എൻട്രൻസിൻ്റെ മുന്നിലാണുള്ളത്. അപ്പോൾ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ പ്ലേസ് എന്തായാലും കണ്ടിട്ട് വരിക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തംബ്നെയിൽ കാണിച്ചില്ലേ നിങ്ങൾക്കൊരു കഥ കേൾക്കണമെന്ന്. അപ്പോൾ ശ്രീ ശങ്കരാചാര്യരുടെ കഥയാണ് ഞാൻ നിങ്ങളോട് കേൾക്കണമെന്ന് ചോദിച്ചേട്ടോ. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മഭൂമിയിലേക്കാണ്. അപ്പോൾ ജന്മഭൂമി എവിടെയാണെന്ന് നിങ്ങൾക്കറിയാവോ? എറണാകുളം ജില്ലയിൽ കാലടിയിലാണ് കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ചുമർ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കഴിയും. അതിലെല്ലാം ഒരുപാട് അർത്ഥങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഞങ്ങളിതാ ജസ്റ്റ് എൻട്രൻസിലാണ് ഉള്ളത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് എന്താണെന്നുള്ളതെന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും അറിയില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് എന്തെന്നാന്ന് ചെന്ന് നോക്കാൻ പോയ സമയത്ത് പിന്നും കാണുന്നത് ഇത്തരത്തിലുള്ള ചുമർ ചിത്രങ്ങളാണ്. ഈ ചുമർ ചിത്രങ്ങളൊക്കെ കഥകളാണ് കേട്ടോ, ഓരോരോ കഥകളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പിളിൻ്റെ മുന്നിൽ കാണുന്ന ഒരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടെമ്പിളിൻ്റെ പേരെന്താന്ന് വെച്ചാൽ ശ്രീ ശങ്കരാചാര്യ ജന്മഭൂമി ക്ഷേത്രം എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രത്തിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് കഥകളുണ്ട് എന്ന്. അപ്പോൾ ഓരോ കഥകളും നമുക്കിതാ ഇങ്ങനെ പറഞ്ഞു പോവാട്ടോ. ഈ അമ്പലത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഈ അമ്പലത്തിൻ്റെ മെയിൻ ബ്യൂട്ടി എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഞങ്ങൾ പോയ സമയത്ത് കണ്ട കാഴ്ചയാണ്. നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് നോക്കുന്ന സമയത്ത് അമ്പലത്തിൻ്റെ മേലെക്കൂടി, അതായത് നമ്മുടെ ഫ്ലൈറ്റിലെ നല്ലോണം താണിട്ടാണ് പറന്നു പോകുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളോട് ഈ പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല, കാരണം ഈ വീഡിയോ കാണുന്ന പോലെ ഒന്നുമല്ല, നമ്മളത് നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് പിന്നെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഫ്ലൈറ്റിൻ്റെ ഒച്ച കേൾക്കുന്ന സമയത്ത് നമുക്ക് നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലേ, എനിക്കെന്തായാലും ഉണ്ട്. അപ്പോൾ ഇത്തരം ഒരു കാഴ്ച കാണുന്ന സമയത്ത് എന്തായാലും മനസ്സിന് നല്ല കുളിർമ തന്നെ നൽകുന്നുണ്ട്. നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ തൊട്ട് ബേക്കിലായിട്ട് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം കൂടിയുണ്ട്. ഈ ചുമർ ചിത്രം നിങ്ങൾ കണ്ടോ? ഇതിലാണ് കേട്ടോ ശങ്കരാചാര്യരുടെ കഥ പറയുന്നത്. അപ്പോൾ കഥ പറയുന്നതിന് മുമ്പ് നമുക്കിതാ ഈ കടവൊന്ന് പരിചയപ്പെടാം. ഇതാണ് മുതലക്കടവ് കേട്ടോ, അതായത് മുതലക്കടവ് എന്ന് പറയും. അപ്പോൾ ഇതിന് ഈ പേര് വന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ കടവിൽ വെച്ചാണ് നമ്മുടെ ശങ്കരാചാര്യരെ മുതല പിടിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണാവോ മുതല പിടിച്ചത്, എങ്ങനെയാ മുതല പിടിച്ചതെന്നൊക്കെ ഒരുപാട് സംശയം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്തല്ലേ, ഇനി ഞാൻ കഥ പറയാം കേട്ടോ. അതായത് അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ ഏക മകനായിരുന്നു ശങ്കരാചാര്യർ. അപ്പോൾ ശങ്കരാചാര്യരുടെ ആഗ്രഹം എന്തായിരുന്നു? തനിക്കൊരു സന്യാസിയാവണമെന്ന്. അപ്പോൾ ഏക മകനായതുകൊണ്ട് തന്നെ മാതാവ് അതിന് സമ്മതിച്ചില്ല. അപ്പോൾ മാതാവിനെ സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് ശങ്കരാചാര്യർ ചെയ്തത് എന്താന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ നമ്മുടെ ശങ്കരാചാര്യർ ദിവസവും കുളിക്കുന്ന കടവാണ് കേട്ടോ ഇത്. ഇവിടെ വെച്ച് ശങ്കരാചാര്യരെ ഒരു മുതല കടിക്കുകയുണ്ടായി. ആ സമയത്ത് ശങ്കരാചാര്യർ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ മുതല തൻ്റെ കാല് വിടണമെങ്കിൽ അമ്മ സമ്മതിക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ വേറൊരു നിവൃത്തിയില്ലാതെ മാതാവ് അതിന് സമ്മതിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം മുതല ശങ്കരാചാര്യരുടെ കാല് വിടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ മുതലക്കടവൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ പോയത് ഒരു പഴമയിലേക്കാണ് കേട്ടോ. ഇവിടെ പണ്ടത്തെ ഒരു തറവാട് വീടും അതുപോലെ തന്നെ പണ്ടത്തെ രീതിയിലുള്ള കിണറും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെയുള്ള കിണർ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്, എന്നാൽ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അത് കണ്ട സമയത്ത് ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ തുളസിത്തറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞങ്ങളെ ഓരോ വീഡിയോസും ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം കേട്ടോ.